അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീരിയഡ്സിന്റെ സമയത്ത് പല രീതിയിലുള്ള പ്രയാസങ്ങളും അനുഭവിക്കുന്നവരുണ്ട്. ഇതിനെ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. പീരിയഡ്സിന് തൊട്ട് മുമ്പായി നമ്മുടെ ശരീരം അതിനു വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നു, പല ലക്ഷണങ്ങളും കാണിക്കുന്നു. ഈ സമയത്ത് പ്രത്യേകമായി കാണിക്കുന്ന മാനസികവും ശാരീരികവുമായി ഉണ്ടാകുന്ന ലക്ഷണങ്ങളെയാണ് പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം എന്ന് പറയുന്നത്, PMS എന്ന് പറയുന്നത്. ശരീരത്തിൽ പല രീതിയിലുള്ള വേദനകളും അസ്വസ്ഥതകളും ഉണ്ടാവാം. ശരീരത്തിന്റെ ചൂട് കൂടുന്നതായിട്ട് ഫീൽ ചെയ്യാം. അതുപോലെ പല മാനസിക പ്രയാസങ്ങളും അനുഭവപ്പെടാം. നമുക്ക് ചിന്തകളെയും നമ്മുടെ ഇമോഷൻസിനെയൊക്കെ മാനേജ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, പെട്ടെന്ന് ദേഷ്യം കൂടുന്നു, സങ്കടം വരുന്നു, പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലാതെ നമുക്ക് ടെൻഷൻ ആവുന്നു, നിരാശ തോന്നുന്നു, നെഗറ്റീവ് ചിന്തകളെ ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാനുള്ള ഒരു മോട്ടിവേഷനോ ഒരു എനർജിയോ കിട്ടുന്നില്ല, വല്ലാത്ത ഒരു ലേസിനെസ് ഫീൽ ചെയ്യുന്നു. ഇങ്ങനെ പല രീതിയിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുന്നു. പലർക്കും പല രീതിയിലാണ് ഈ ലക്ഷണങ്ങൾ കണ്ടുവരുന്നത്. ചിലരെ സംബന്ധിച്ചിടത്തോളം വളരെ മൈൽഡായിട്ട് അതങ്ങ് കടന്നു പോകും. ചിലർക്ക് വളരെ സിവിയർ ആയിട്ട് വളരെ പ്രയാസത്തോടു കൂടി തന്നെ ഈ ലക്ഷണങ്ങളൊക്കെ കണ്ടുവരുന്നു. അപ്പോ PMS അനുഭവിക്കുന്ന വ്യക്തിയും അതോടൊപ്പം അവരുടെ കൂടെയുള്ളവരും, പ്രത്യേകിച്ച് ഹസ്ബൻഡ്, മുതിർന്ന മക്കള്, പാരന്റ്സ്, ഇങ്ങനെ അവരുടെ കൂടെയുള്ളവരും ഈ കാര്യങ്ങളെ ശരിയായ രീതിയിൽ മനസ്സിലാക്കുകയും അതെങ്ങനെ മാനേജ് ചെയ്യാം എന്ന് അവർ പഠിക്കുകയും ചെയ്യാത്തത് കൊണ്ട് തന്നെ വ്യക്തി ജീവിതത്തിലും റിലേഷൻഷിപ്പിലും വളരെയധികം പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് സ്ത്രീകൾ വളരെയധികം പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ മെൻസ്ട്രൽ സൈക്കിൾ റെഗുലേറ്റ് ചെയ്യുന്ന ഹോർമോൺസിന്റെ അളവിലുണ്ടാകുന്ന വ്യത്യാസം സിറോട്ടോണിൻ പോലുള്ള ബ്രെയിൻ കെമിക്കൽസിന്റെ അളവിനെയും ബാധിക്കുന്നു. ഇത് നമുക്ക് മൂഡ് സ്വിംഗ് ഉണ്ടാക്കുന്നതിനും അതുപോലെ താൽക്കാലികമായ ഒരു ഡിപ്രസീവ് സ്റ്റേറ്റിലേക്ക് എത്തുന്നതിനും കാരണമാകും. ഒരു ലോ എനർജി സ്റ്റേറ്റിലേക്ക്, ഒരു വല്ലാത്ത മടി, ഒരു ലേസിനെസ് ഫീലിംഗ് ഒക്കെ ഉണ്ടാക്കുന്നു നമ്മളില്. ഇത് ഒരു 2-3 ദിവസം അതല്ലെങ്കിൽ മാക്സിമം ഒരാഴ്ച മാത്രം നിലനിൽക്കുന്ന വളരെ താൽക്കാലികമായ ഒരു അവസ്ഥയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം, തിരിച്ചറിയണം നമ്മൾ. അത് PMS അനുഭവിക്കുന്ന വ്യക്തിയും അവരുടെ കൂടെയുള്ളവരും ഇത് തിരിച്ചറിയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോഴേ അവർക്ക് ആവശ്യമായ ഒരു മെന്റൽ സപ്പോർട്ട് കൂടെയുള്ളവർക്ക് കൊടുക്കാൻ കഴിയൂ. അതുപോലെ എന്തൊക്കെയാണ് ഈ സമയത്ത് ഞാൻ അനുഭവിക്കുന്നതെന്ന് കൃത്യമായിട്ട് എനിക്ക് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനു വേണ്ടിയിട്ട് അതിൻ്റെ മുമ്പ് ചില കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മളുടെ ലൈഫ് സ്റ്റൈലിലും ആറ്റിറ്റ്യൂഡിലും ചിന്താ രീതിയിലൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ട് നമുക്ക് ഒരു പരിധിവരെ ഇതിനെ വളരെ നന്നായിട്ട് നമുക്ക് ഈ ഒരു സമയത്ത് നമുക്ക് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. ഈ സമയത്ത് ഓൾറെഡി ഒരു ലോ എനർജി സ്റ്റേറ്റിലൂടെ കടന്നു പോവുകയാണ്. അതിൻ്റെ കൂടെ നമസ്കാരവും ഇല്ല, അതുപോലെ റമദാനിലാണെങ്കിൽ നോമ്പും എടുക്കേണ്ടതില്ല എന്നതിൽ വളരെ വിഷമം പറയുന്നവരുണ്ട്. ശരിക്കും അല്ലാഹു സുബ്ഹാനഹു തആല നമ്മൾ സ്ത്രീകളെ മാത്രം ഏൽപ്പിച്ചിട്ടുള്ള വലിയ ഒരു ദൗത്യത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു സ്റ്റേറ്റിലൂടെ ഓരോ മാസവും നമ്മൾ കടന്നു പോകുന്നത്. ആ സമയത്ത് നമുക്കുണ്ടാകുന്ന മാനസികവും ശാരീരികവുമായ പ്രയാസങ്ങൾ അള്ളാഹുവിന് വളരെ നന്നായി അറിയാം. നമ്മുടെ സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് അള്ളാഹുവിനറിയാം. അതുകൊണ്ട് തന്നെ സ്ഥിരമായി നമ്മൾ ചെയ്യുന്ന നിർബന്ധമായ ചില ഡ്യൂട്ടീസിൽ അള്ളാഹു നമുക്ക് ഒരു ഇളവ് നൽകിയിരിക്കുകയാണ്, ഒരു ബ്രേക്ക് നൽകിയിരിക്കുകയാണ്. നമ്മൾ നമസ്കരിക്കുന്നതും നോമ്പെടുക്കുന്നതും അള്ളാഹു പറഞ്ഞിട്ടാണ്. ഇവിടെ നമസ്കരിക്കാതിരിക്കുന്നതും നോമ്പ് ഒഴിവാക്കുന്നതും അള്ളാഹു പറഞ്ഞിട്ടാണ്. അതുകൊണ്ട് അതിനും നമുക്ക് പ്രതിഫലം ലഭിക്കും. ആ സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്കും നമുക്ക് അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ലഭിക്കും. പിന്നെ എന്തിനാണ് നമ്മൾ വിഷമിക്കുന്നത്? ഇവിടെ അള്ളാഹു നമസ്കരിക്കണ്ട എന്ന് നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ, അള്ളാഹുവിനെ തന്റെ മനസ്സിൽ നിന്ന് മാറ്റി നിർത്തണം എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുമായിട്ടുള്ള ഒരു കണക്ഷൻ വീക്കായി പോകുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ദുആകള്, അതുപോലെ അദ്കാറുകള്, ഇതെല്ലാം നമുക്ക് ആ സമയത്തും ചെയ്യാം. അള്ളാഹുമായുള്ള ആ ഒരു കണക്ഷൻ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മുടെ രാവിലെയും വൈകുന്നേരമുള്ള ദുആകള്, അതുപോലെ നമ്മൾ അദ്കാറുകളിലൂടെ, ദിക്റുകളിലൂടെ നമുക്ക് അള്ളാഹുമായിട്ട് കണക്ട് ചെയ്യാം. പിന്നെ ഖുർആനിന്റെ അർത്ഥവും ആശയവും പഠിച്ചുകൊണ്ടും അതുപോലെ ഹദീസുകൾ പഠിച്ചുകൊണ്ടും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, നല്ല പുസ്തകങ്ങൾ വായിച്ചൊക്കെ നമ്മുടെ മനസ്സിനെ നമുക്ക് ഫ്രഷ് ആയിട്ട് നിർത്താനും അള്ളാഹുമായിട്ടുള്ള ഒരു കണക്ഷൻ വീക്കാവാതെ നമുക്ക് ഈ ഒരു സമയത്തും കൊണ്ടുപോകാൻ നമുക്ക് കഴിയും. ഈ ഒരു 6-7 ദിവസത്തേക്കുള്ള ഒരു ആക്ടിവിറ്റീസ്
നമ്മൾ അതിന്റെ മുന്നേ തന്നെ ഒന്ന് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ വളരെ ഫ്രഷ് ആയിട്ട് നമുക്ക് ആ ഒരു ദിവസങ്ങളെ നമുക്ക് മാനേജ് ചെയ്യാൻ വേണ്ടി നമുക്ക് കഴിയും. അപ്പൊ അധികാറുകളിലൂടെ, അതുപോലെ നല്ല വായനയിലൂടെ, നല്ല ക്ലാസ്സുകൾ കേൾക്കുന്നതിലൂടെ, അതുപോലെ ഖുർആന്റെ അർത്ഥവും ആശയൊക്കെ പഠിക്കുന്നതിലൂടെ, ഹദീസുകൾ പഠിക്കുന്നതിലൂടെ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന നമ്മുടെ അധികാറുകള്, ദുആകളെല്ലാം ഈ സമയത്തും നമ്മൾ അതൊന്നും ഒഴിവാക്കേണ്ടതില്ല. നമസ്കാരത്തിൽ നിന്ന് മാത്രമാണ് നമ്മൾ അവിടെ മാറി നിൽക്കുന്നത്. ഇങ്ങനെ അള്ളാഹുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ വളരെ ഫ്രഷ് ആയിട്ട്, വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ പീരിയഡ്സിന്റെ സമയത്തും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് നിലനിർത്താൻ നമുക്ക് സാധിക്കും. റീപ്രൊഡക്റ്റീവ് ഏജിലുള്ള ഒരു 75% സ്ത്രീകളും ഈ ഒരു സ്റ്റേറ്റിലൂടെ കടന്നു പോകുന്നു. അത് ഓരോരുത്തർക്കും വ്യത്യസ്തമായ രീതിയിലാണ് അനുഭവപ്പെടുന്നത്. ചിലർക്ക് വളരെ മൈൽഡായിട്ട് കടന്നു പോകും, ചിലർക്ക് കുറച്ച് പ്രയാസങ്ങളോട് കൂടി തന്നെ ഈ ഒരു സിംറ്റംസ് എല്ലാം കാണും. സ്വന്തം ശരീരത്തിന്റെ പ്രയാസങ്ങളൊന്നും വകവെക്കാതെ, അതിനൊന്നും കണക്കിലെടുക്കാതെ വളരെ വലിയ വർക്ക് ലോഡ് കൊടുക്കുന്ന സ്ത്രീകളുണ്ട് ഒരു സമയത്ത്. അതേപോലെ അതിനെ മടി പിടിച്ചിരിക്കാനുള്ള ഒരു അവസരമാക്കി എടുക്കുന്നവരുണ്ട്. ആ മടി നമുക്ക് മാറ്റാം ഇൻഷാ അല്ലാ. അതിന് വീഡിയോയുടെ അവസാനം കുറച്ച് പോയിന്റ്സ് ഒക്കെ ഷെയർ ചെയ്യാം. എന്നാൽ ഇത് താൽക്കാലികമായി ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണെന്ന് തിരിച്ചറിയാതെ ആ സമയത്ത് ഉണ്ടാകുന്ന ചിന്തകളെയും ഫീലിങ്സിനെയും സ്വഭാവത്തെയൊക്കെ റിയൽ ആയിട്ട് എടുത്ത് അത് എൻ്റെ ഒരു ഭാഗമാണ് എന്ന് കരുതി അതിൽ ഗിൽറ്റി ഫീലിംഗ്, അതിൽ വല്ലാത്തൊരു കുറ്റബോധം തോന്നുന്നവരുണ്ട്. അത് നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ആ സമയത്ത് ഉണ്ടാകുന്ന നമ്മളുടെ ഒരു ഫീലിങ്സിന്, അതുപോലെ ചിന്തകൾ, ഒരുപാട് നെഗറ്റീവ് ചിന്തകളൊക്കെ വരാം ആ ഒരു സമയത്ത്. ആ ചിന്തകളെയൊക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് ഇറ്റ് ഈസ് ഓക്കെ, അത് ഇപ്പോ എൻ്റെ മനസ്സിലൂടെ വരുന്ന ഒരു കാര്യമാണ്, 1-2 ദിവസങ്ങൾക്ക് ശേഷം അതങ്ങ് മാറിപ്പോകും എന്ന് സ്വയം പറയണം. നമ്മളത് സ്വയം മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ കഴിഞ്ഞാൽ അത് വലിയൊരു പ്രയാസമില്ലാതെ നമുക്ക് അതിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. അതോടൊപ്പം തന്നെ ഈ ഒരു PMS അനുഭവിക്കുന്ന സ്ത്രീകളുടെ കൂടെ ഉള്ളവരും ആ ഒരു സ്റ്റേറ്റിനെ, അവരുടെ ചിന്തകളെ, അവരുടെ സ്വഭാവത്തിൽ വരുന്ന വ്യത്യാസങ്ങളൊക്കെ തിരിച്ചറിയേണ്ടതുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ല എങ്കിൽ അവർ ചിലപ്പോൾ വളരെ അഗ്രസീവായിട്ട് പെരുമാറാം, ചിലപ്പോൾ വളരെ മോശമായിട്ടൊക്കെ സംസാരിക്കാം, പലതും പറയാം. അതിനൊക്കെ റിയൽ ആയിട്ട് എടുത്തിട്ട് അവരുടെ ഒരു സ്വഭാവ ദോഷമായി കണ്ട് തിരിച്ചും അതേപോലെ അവരോട് പ്രതികരിച്ചു കഴിഞ്ഞാൽ, വീട്ടിലുള്ളവര് തിരിച്ചും അതുപോലെ അവരോട് പ്രതികരിച്ചു കഴിഞ്ഞാൽ അവിടെ റിലേഷൻഷിപ്പിൽ ഒരു നെഗറ്റീവ് സൈക്കിള് അവിടെ രൂപപ്പെടും. പിന്നെ PMS എല്ലാം അവസാനിക്കും, ആ ഒരു സ്റ്റേറ്റിൽ നിന്ന് അവർ പുറത്തു വരും. പക്ഷെ ഈ ഓൾറെഡി ഉണ്ടായിട്ടുള്ള നെഗറ്റീവ് സൈക്കിൾ എന്താണ്, അവിടെ കണ്ടിന്യൂ ചെയ്യും. പിന്നെ അത് അവരുടെ ഫാമിലി ലൈഫിന്റെ ഒരു ഭാഗമായിട്ട് മാറും. ഏത് റിലേഷൻഷിപ്പാണെങ്കിലും, ഫാമിലിയിലാണെങ്കിലും, നമ്മുടെ വർക്ക് സ്പേസിലാണെങ്കിലും, എവിടെയാണെങ്കിലും പിന്നീട് അത് നമ്മളുടെ ഒരു റിലേഷൻഷിപ്പിന്റെ ഭാഗമായിട്ട് അത് വളരും. പിന്നെ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പ്രയാസപ്പെടും. ഇമോഷണലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, കൂടെ ഉള്ളവരോട് അത് ഷെയർ ചെയ്യണം. ഇങ്ങനെ കൂടെ ഉള്ളവരോട്, പ്രത്യേകിച്ച് നമ്മുടെ ലൈഫ് പാർട്ട്ണറിനോടൊക്കെ നമ്മൾ ഇത് ഷെയർ ചെയ്യുമ്പോൾ പലപ്പോഴും പലർക്കും കിട്ടിയ മറുപടിയോ, ഇത് നിനക്ക് മാത്രം ഉള്ളതൊന്നുമില്ലല്ലോ, എല്ലാവരും എല്ലാ മാസവും അനുഭവിക്കുന്നതല്ലേ, നിനക്ക് മാത്രം എന്താ ഇത്ര പ്രത്യേകത എന്നൊക്കെ ഉള്ള മറുപടി ആയിരിക്കാം ചിലപ്പോൾ കിട്ടുന്നത്. ചിലർ മൈൻഡ് ചെയ്യൂല, കാരണം അവർക്ക് അത് എങ്ങനെ സപ്പോർട്ട് ചെയ്യണമെന്ന് അറിയാത്തതുകൊണ്ടാണ് അവർ മൈൻഡ് ചെയ്യാത്തത്. കൂടെ ഉള്ളവരോട് എനിക്ക് പറയാനുള്ളത്, ഈ ഒരു സമയത്ത് അവർക്കുണ്ടാകുന്ന ആ ഒരു ബ്രെയിൻ കെമിക്കൽ ഡെഫിഷ്യൻസി, അതായത് സെറോട്ടോണിൻ, ഓക്സിറ്റോക്സിൻ, അതുപോലെ ഡോപ്പമിൻ പോലുള്ള ബ്രെയിൻ കെമിക്കൽസിൽ വരുന്ന ആ ഒരു കുറവിന് നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു ഇമോഷണൽ സപ്പോർട്ടിലൂടെ അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും, അതിനെ ബൂസ്റ്റ് ചെയ്യാൻ കഴിയും. അങ്ങനെ ബൂസ്റ്റ് ചെയ്യുമ്പോൾ ആ ഒരു ബ്രെയിൻ കെമിക്കൽസ് ആവശ്യത്തിന് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവരുടെ ഈ പ്രയാസങ്ങളും കുറയും, അവർക്കത് വലിയൊരു ആശ്വാസമാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റേറ്റിനെ നിങ്ങൾ റെസിസ്റ്റ് ചെയ്യുന്നതിന് പകരം ആ സമയത്ത് അവർക്ക് ഒരു ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കാൻ കഴിയണം. പ്രത്യേകിച്ച് പുരുഷന്മാരെ ഈ സമയത്ത് സ്ത്രീകൾ അനുഭവിക്കുന്ന ഈ ഒരു പ്രയാസങ്ങളെ കുറിച്ചൊക്കെ ശരിക്കും അവർ പഠിക്കണം, അവർ മനസ്സിലാക്കണം. എങ്കിലേ അവർക്കൊരു മെന്റൽ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ. അതുപോലെ സ്ത്രീകള് സ്വന്തം PMSലൂടെ കടന്നു പോകുമ്പോൾ വളരെ അഗ്രസീവ് ആകുന്ന, ദേഷ്യം കൂടുന്ന പുരുഷന്മാരുണ്ട്. അതും പരസ്പരം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു സ്റ്റേറ്റിനെ മനസ്സിലാക്കി അതൊന്ന് ശരിയായ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കാൻ കഴിഞ്ഞാൽ അവിടെ അത് വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് മാനേജ് ചെയ്യാം. അതിന് പറ്റിയിട്ടില്ല എങ്കിൽ അത് ഏറ്റവും വേഴ്സായിട്ട് വളരെ പ്രയാസത്തോടു കൂടിയായിരിക്കും ആ ഒരു സമയത്ത് നിങ്ങളുടെ ഒരു ഫാമിലി ലൈഫ് മുന്നോട്ട് പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മെൻസ്ട്രേഷൻ ടൈമില് ഡിവോഴ്സ് പാടില്ല എന്ന് പറയാൻ കാരണം എന്താ? ഈ സമയത്ത് കപ്പിൾസ് അവരുടെ
ഫിസിക്കൽ കോണ്ടാക്റ്റിൽ നിന്ന് അവർ വിട്ടു നിൽക്കുന്നു. അതുപോലെ സ്ത്രീകൾ അനുഭവിക്കുന്ന ഈ ഒരു പ്രയാസങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു മെന്റൽ സ്റ്റേറ്റിൽ നിന്നൊക്കെ അവർ പുറത്തു വന്ന് ഒന്ന് റിലാക്സ് ആയതിനു ശേഷം ആ ഒരു ടൈം വരെ വെയിറ്റ് ചെയ്യാൻ, അതായത് ഈ ഒരു പീരിയഡ്സിന്റെ ടൈം കഴിഞ്ഞ് അവരൊരു നോർമൽ സ്റ്റേറ്റിലേക്ക് വരാനുള്ള സമയം വരെ വിവാഹമോചനത്തിനൊക്കെ വെയിറ്റ് ചെയ്യാൻ അള്ളാഹു പറഞ്ഞിട്ടുള്ളത് ഈ കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ടാണ്. ഈ ഒരു സമയത്ത് ഉള്ള പ്രയാസങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ നമുക്ക് സെൽഫായിട്ട് എങ്ങനെയൊക്കെ നമ്മെ പ്രിപ്പയർ ചെയ്യാം, എന്തൊക്കെ നമുക്ക് ചെയ്യാം എന്ന് നോക്കാം. അതിനാദ്യം വേണ്ടത് ആ സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ചിന്തയിലും അതുപോലെ സ്വഭാവത്തിലും നമ്മുടെ ഫീലിങ്സിലൊക്കെ വരുന്ന ആ ഒരു മാറ്റം എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാം. അതൊന്ന് നോക്കിയിട്ട് അതൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. കാരണം എല്ലാ മാസവും ചിലപ്പോൾ ഒരുപോലെ ഉണ്ടാവണം എന്നില്ല. പിന്നെ ചില മാസത്തിൽ തീരെ പ്രയാസങ്ങൾ ഇല്ലാതിരിക്കാം, ചില സമയത്ത് കൂടുതൽ ഉണ്ടാവാം. എന്നാലും എന്തൊക്കെ മാറ്റങ്ങളാണ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, എൻ്റെ സ്വഭാവത്തിലുണ്ടാകാം, എൻ്റെ ചിന്തയിലുണ്ടാകാം, അതുപോലെ എൻ്റെ ഫീലിങ്സിലുണ്ടാകാം. ഭയങ്കര സങ്കടം ഉണ്ടാവാം, ഭയങ്കര നിരാശ ഉണ്ടാവാം. അതെന്താണ് എന്നുള്ളത് ഒന്ന് എഴുതി വെക്കുക. ഇങ്ങനെ എഴുതുന്നതിലൂടെ തന്നെ ആ കാര്യത്തെക്കുറിച്ച് നമ്മളൊന്ന് അവെയർ ആകുന്നതിലൂടെ തന്നെ എന്താണ് ആ സമയത്ത് വരുന്ന ഒരുപാട് നെഗറ്റീവ് ചിന്തകളെയും അതുപോലെ വിഷമം ഉണ്ടാക്കുന്ന ഫീലിങ്സിനെയൊക്കെ ഓക്കെ ഇത് അതൊരു റിയൽ ആയിട്ട് ഞാൻ എടുക്കേണ്ടതില്ല, അത് 1-2 ദിവസം കഴിയുമ്പോൾ അതങ്ങ് പാസ് ചെയ്ത് പോകും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് തന്നെ നമ്മളുടെ ബിഹേവിയറിനെയും ബാധിക്കും, നമ്മുടെ സ്വഭാവത്തിനെയും അത് ഒരു പരിധിവരെ മാനേജ് ചെയ്യാൻ നമ്മളെ സഹായിക്കും. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മൈൻഡ് റിലാക്സേഷൻ എക്സർസൈസുകൾ, മെഡിറ്റേഷൻ, അതുപോലെ ബ്രീത്തിങ് എക്സർസൈസ്, ഇതെല്ലാം നമ്മുടെ ഒരു ലൈഫിന്റെ ഭാഗമാക്കുക. അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ, അഫർമേഷൻ, ഇതെല്ലാം നമ്മളുടെ ഒരു ജീവിതത്തിന്റെ ഭാഗമാക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് PMSന്റെ സമയത്ത് നമ്മളൊരു ലോ എനർജിയിലേക്ക് പോകുന്നതിന് നമുക്ക് എന്ത് ചെയ്യാം, അതൊരു ബാലൻസ് ചെയ്ത് അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ഇതൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യും. ഓൾറെഡി നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നാൽ അത് നമ്മെ ഹെൽപ്പ് ചെയ്യും. ആ ഒരു സമയത്ത് എനിക്ക് അങ്ങനെ പ്രയാസം ഉണ്ടാവും, ഇങ്ങനെ പ്രയാസം ഉണ്ടാവും, ഭയങ്കര ദേഷ്യമാണ്, മടിയാണ്, അതല്ലെങ്കിൽ ഭയങ്കര ടെൻഷനാണ്, ഡിപ്രഷനാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരിക്കുന്നതിന് പകരം അങ്ങനെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ഇനി അത് പൂർണ്ണമായി നമ്മൾ ഒഴിവാക്കണം. കാരണം അത് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ബ്രെയിനിനെ അത് കൂടുതൽ നമ്മൾ സ്ട്രെങ്തൻ ചെയ്യാണ് ആ ഒരു സ്റ്റേറ്റിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ അത്ര സംസാരങ്ങൾ കംപ്ലീറ്റ് ഒഴിവാക്കി അതിനെ ഐഡന്റിഫൈ ചെയ്ത് ആ സമയത്ത് ചെയ്യാനുള്ള കുറച്ചുകൂടി ആക്ടിവിറ്റീസ്, നമ്മളത് നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും ഭാഗങ്ങൾ ഖുർആനിന്റെ ആശയങ്ങളും അർത്ഥമൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു സമയത്തേക്ക് പ്ലാൻ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ബുക്ക് വായിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം. എന്തെങ്കിലും കുറച്ച് ആക്ടിവിറ്റീസ് ആ ഒരു ദിവസങ്ങളിലേക്ക് വേണ്ടിയിട്ട് മുൻകൂട്ടി നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് അതിലേക്ക് വരും. നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇങ്ങനെ എല്ലാ രീതിയിലും നമ്മുടെ മൈൻഡിനെ ഓൾറെഡി നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാണ് നമ്മൾ ഈ ഒരു സ്റ്റേറ്റിലൂടെ കടന്നു പോകുന്നത് എങ്കിൽ, നമ്മുടെ മനസ്സിനെ അത്യാവശ്യം ബിസി ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രയാസങ്ങളെയൊക്കെ വളരെ നന്നായിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ വേണ്ടി നമുക്ക് കഴിയും. ഇത് നമ്മൾ ആ സമയത്ത് അനുഭവിക്കുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, വല്ലാത്തൊരു മടി. മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലൂടെ തന്നെ ആ ഒരു മടിയെ നമുക്കൊരു പരിധിവരെ ഓവർകം ചെയ്യാൻ കഴിയും. എന്നാലും ഈ ഒരു മടി ഉണ്ടാവുമ്പോൾ നമുക്ക് ആ സമയത്ത് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, പല കാര്യങ്ങളും ചെയ്യാനുണ്ട്, നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ആദ്യത്തെ ഒരു 2-3 ദിവസമൊക്കെ നമുക്ക് അത്യാവശ്യം റെസ്റ്റിന് വേണ്ടിയിട്ടൊക്കെ ടൈം കൊടുക്കട്ടെ. ഒരുപാട് ഹെവി വർക്കൊന്നും നമ്മൾ കൊടുക്കേണ്ടതില്ല നമ്മുടെ ശരീരത്തിന്, അത് നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ നമുക്ക് വല്ലാതെ മടി ഫീൽ ചെയ്യുന്ന സമയമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി നമ്മൾ ചെയ്യാം. സാധാരണ നമുക്കൊരു എനർജി അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ തരുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാകും. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതിലൂടെ, ഇപ്പോൾ ഒരു ഫ്രണ്ടിന് അതല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആള് നമ്മൾ വിളിച്ചൊന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ അവരിൽ നിന്നും കിട്ടുന്ന എന്തെങ്കിലും, ഒരുപക്ഷെ അവർ അന്നുണ്ടാക്കിയ കുക്ക് ചെയ്ത ഭക്ഷണത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കുക്ക് ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടാകും. അല്ലെങ്കിൽ ഒരു കുക്കിംഗ് റെസിപ്പി വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു മോട്ടിവേഷൻ നമുക്ക് ആ സമയത്ത് കിട്ടും. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ഇഷ്ടമുള്ളത് ഒന്ന് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം ആ സമയത്ത് മറ്റെന്തെങ്കിലും ഒരു പുസ്തകം എടുത്ത് നമ്മൾ അടുത്ത് നമ്മുടെ കൺമുമ്പിൽ എവിടെയുള്ള ഒരു പുസ്തകം എടുത്തൊന്ന് വായിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു മോട്ടിവേഷനിലൂടെ നമുക്ക് ആ സമയത്ത് ഒരു എനർജി കിട്ടും. അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ കഴിയും. അതുപോലെ ദേഷ്യം കൂടുതലുള്ള ആളുകൾ എന്ത് ചെയ്യുക, അതിനു മുമ്പേ തന്നെ ആ ഒരു സിറ്റുവേഷനെ ഒന്ന് മനസ്സിലാക്കിയിട്ട് എങ്ങനെയൊക്കെയാണ് ആ സമയത്ത് പ്രതികരിക്കുന്നത് എന്ന് നോക്കുക. അതിനു പകരം
നമുക്ക് ഇഷ്ടമില്ലല്ലോ അങ്ങനെ നമുക്ക് പ്രതികരിക്കേണ്ട, അത്രയും ഇതിൽ ദേഷ്യത്തെ നമുക്ക് പ്രകടിപ്പിക്കേണ്ട. അപ്പൊ അതിനു പകരം എന്താണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ആ ഒരു ബിഹേവിയറിനെ ഒന്ന് മനസ്സിൽ കണ്ട് അതിനെ ഒന്ന് വിഷ്വലൈസ് ചെയ്ത് അതിന്റെ മുമ്പ് തന്നെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്ത് എന്തില്ല, അത്രയും അഗ്രസീവായിട്ട് നമ്മൾ ദേഷ്യത്തെ പ്രകടിപ്പിക്കാതെ നമുക്കതിനെ മാനേജ് ചെയ്യാൻ കഴിയും. അപ്പൊ ഇങ്ങനെയൊക്കെ ഈ ഒരു മെൻസ്ട്രേഷൻ ടൈമിന് മുമ്പായിട്ട് നമ്മൾ ഇങ്ങനെയൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്തുണ്ടാകുന്ന ഒരുപാട് പ്രയാസങ്ങളെ നമുക്ക് വളരെ ഭംഗിയായിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയും. ഇതിന്റെ എല്ലാം കൂടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണേ. നമ്മളുടെ ഉറക്കം, റെസ്റ്റ്, ഭക്ഷണം, റെഗുലർ എക്സസൈസ്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഈ കാര്യങ്ങളെല്ലാം ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.